പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഒരമ്മ കഴിഞ്ഞ ദിവസം വന്ന് സാക്ഷ്യം പറഞ്ഞ് ഇവരൊരു അക്രൈസ്തവ സഹോദരിയാണ്. ശരീരം മുഴുവൻ തളർന്ന് എഴുന്നേൽക്കാനാവാതെ ഇങ്ങനെ കാലിൽ കിഴിയിട്ട് കിടക്കുന്നൊരമ്മയാണ്. ആ ഡൽഹിയിലുള്ള എല്ലാ ആശുപത്രികളിലും മിലിറ്ററി ആശുപത്രി അടക്കം ഈ അമ്മ പോയി. അവിടെ ഒന്നും സൗഖ്യം കിട്ടിയില്ല. അവരുടെ മകൻ നല്ല മകനാണ്. സാധിക്കുന്ന പോലെ അമ്മയെ എല്ലാ ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയി ചികിത്സിക്കാൻ നോക്കി. എന്നാൽ ആ അമ്മയ്ക്ക് സൗഖ്യം കിട്ടിയില്ല. ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കട്ടിലേ കിടക്കുക. അവരുടെ മരുമകൾ നല്ല മരുമകളാണ്. അവരും ജോലിക്ക് പോകുന്നവരാണ്. വരുമ്പോൾ അമ്മയെ നോക്കുക. എന്നാൽ പകല് മുഴുവൻ ഇങ്ങനെ ഒറ്റക്ക് കിഴിയിട്ട് കിടക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെ ടെലിവിഷൻ മുമ്പിലുണ്ടായിരുന്നു. അപ്പോഴെങ്ങനെയോ ഈ ഒരു പ്രാർത്ഥന അവിടെ അവർ കേൾക്കാൻ ഇടവന്നു. യേശു നിങ്ങളെ സുഖപ്പെടുത്തും. അവിടെ അത് ഇങ്ങനെ ഈശോ നിങ്ങളെ സുഖപ്പെടുത്തും. ഈ വചനം അവർ ഉരുവിടാൻ തുടങ്ങി. അപ്പം ആരാണ് ഈശോ എന്ന്, ആരാണ് ഈശോ എന്ന്, യേശുവെന്ന് അവർക്കറിയില്ല. അങ്ങനെ ഇരിക്കെ മകൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യ അവിടെ വന്നു. അതൊരു ക്രിസ്ത്യാനിയായിരുന്നു. അവരോട് ചോദിച്ചു, ആരാണ് ഈശോ? അപ്പോഴവർ പറഞ്ഞു കൊടുത്തു ഈശോയെക്കുറിച്ച്. അവിടെ സഹോദരി പറഞ്ഞു, ആ ഈശോയ്ക്ക് എന്നെ സുഖപ്പെടുത്താൻ സാധിക്കുമോ? അപ്പോൾ ആ ക്രിസ്ത്യാനി സഹോദരി പറഞ്ഞു, തീർച്ചയായും സാധിക്കും. പ്രിയപ്പെട്ട മക്കളെ, ഈ പ്രാർത്ഥന കേട്ട് കുറച്ചു കഴിഞ്ഞ് രണ്ട് കരങ്ങൾ പറ്റുന്നത് പോലെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ച് അത്ഭുതകരമായി അവരുടെ ശരീരത്തിൻ്റെ വേദനകളെല്ലാം മാറിയെന്ന് ആ അമ്മ വന്ന് സാക്ഷ്യപ്പെടുത്തി. പിന്നീട് അവര് കർത്താവിൻ്റെ വലിയ വിശ്വാസിയായി തീർന്നു. വചനം വായിക്കാനും ജപമാല ചൊല്ലാനും പഠിച്ചു. ഒരു ദിവസം ആ ഏക മകൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാനൊരു പാരമ്പര്യം നിറഞ്ഞ ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വരുന്നതാ. എൻ്റെ ഭാര്യയും അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നാ. അമ്മ ഇങ്ങനെ വചനം വായിക്കുകയും കൊന്ത ചൊല്ലുകയും ചെയ്താൽ ഞാൻ ഇനി അമ്മയെ നോക്കില്ല. അമ്മ ഇങ്ങനെയാണെങ്കിൽ ഞാൻ അമ്മയെ ഉപേക്ഷിക്കും. മോശം മോനല്ല, നല്ല മോനാണ്. അദ്ദേഹത്തിൻ്റെ സാഹചര്യം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നാൽ പ്രിയപ്പെട്ട മക്കളെ, ഈ അമ്മ കഴിഞ്ഞ ദിവസം എന്ന് എന്നോട് സാക്ഷ്യം പറഞ്ഞു. ഞാൻ കണ്ണുനീരോടെ എൻ്റെ മോനോട് പറഞ്ഞു, മോനെ, നിങ്ങളാരെയും ബുദ്ധിമുട്ടിക്കാതെ, നിങ്ങളാരും കേൾക്കാതെ, നിങ്ങളാരും കാണാതെ രഹസ്യമായി ഞാൻ ബൈബിള് വായിക്കുകയും കൊന്ത ചൊല്ലുകയും ചെയ്തു കൊള്ളാം. കാരണം എനിക്കത് ബൈബിള് വായിക്കാതെ കൊന്ത ചെല്ലാതെ എനിക്കിനി ജീവിക്കാൻ സാധിക്കില്ല. എൻ്റെ ഹൃദയം പൊട്ടിപ്പോകും. പ്രിയപ്പെട്ട മക്കളെ, ഈ വചനം കേൾക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു വിശ്വാസം, ഒരു സാധാരണക്കാരിയുടെ വിശ്വാസം, സങ്കീർത്തനങ്ങളും സുഭാഷിതങ്ങളും പഴയ നിയമങ്ങളും പുതിയ നിയമങ്ങളും സ്വന്തമായി ഇല്ലാതായിരുന്ന ആ സഹോദരിയുടെ വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ ഒരു ചെറിയ കണിക നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വിടുതൽ പ്രാപിക്കും. നമ്മൾ ഇന്ന് ഡെലിവറൻസ് പ്രാപിക്കും. നമ്മുടെ മേലുള്ള ശാപങ്ങൾ, പാപങ്ങൾ, രോഗങ്ങൾ, തടസ്സങ്ങൾ, മാരകരോഗങ്ങൾ, അസ്വസ്ഥതകൾ, തളർച്ചകൾ, ബന്ധനങ്ങൾ, പീഡകൾ, ആകുലതകൾ, അകാരണ ഭയങ്ങൾ, ദുഃഖങ്ങൾ, മക്കളെ ഓർത്തുള്ള ആദിവ്യാധികൾ, മക്കളുടെ വിജയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, മറ്റ് പലവിധത്തിലുള്ള തടസ്സങ്ങൾ, കാർഷിക മേഖലയിലെ തടസ്സങ്ങൾ, തൊഴിൽ സ്ഥാപനങ്ങൾ, കടകൾ, അതിൻ്റെ തടസ്സങ്ങൾ, ജോലിയുടെ തടസ്സങ്ങൾ, തൊഴിൽ മേഖലയിലെ പീഡനങ്ങൾ, വിസ കിട്ടാത്ത അവസ്ഥകൾ, കല്യാണം നടക്കാത്ത അവസ്ഥകൾ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ, നിരാശകൾ, കലഹങ്ങൾ, വഴി തർക്കങ്ങൾ, തടസ്സങ്ങൾ, കേസുകൾ, അഡ്മിഷൻ കിട്ടാതെയുള്ള വിഷമതകൾ, ഇവയെല്ലാം അല്പം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച, നീ വിശ്വാസത്തോടെ യാചിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നിനക്ക് ലഭിച്ചു കഴിഞ്ഞുവെന്ന മർക്കോസ് 11:24 എന്ന വചനം
ഇന്ന് നിന്നെ ശക്തിപ്പെടുത്തട്ടെ. മർക്കോസ് 11:21 നമുക്കറിയാം. ഇപ്പൊ വിശ്വാസത്തോടെ ഈ മലയോട് പോയി കടലിൽ പോയി പതിക്കുമെന്ന് പറയുകയും അതങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് നീ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. അടുത്ത വചനമാണ് ഡെലിവറൻസ് കിട്ടുന്നത്. മർക്കോസ് 11:24. നീ യേശുനാമത്തിൽ യാചിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നിനക്ക് ലഭിച്ചു കഴിഞ്ഞുവെന്ന് നീ വിശ്വസിക്കുക. ഈ വിശ്വാസത്താൽ മക്കളെ കരമുയർത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും ഏറ്റെടുക്കണമേ. ഇതൊരു ശുശ്രൂഷ ഏറ്റെടുത്ത് ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന എല്ലാ മക്കളെയും അവിടെ നിന്ന് ആശീർവദിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോമിശിയുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മന ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മധ്യസ്ഥതയിലും സംരക്ഷണയിലും ആശ്രയിച്ചുകൊണ്ട് എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ മക്കൾക്ക്, വിശുദ്ധ കുർബാനയുടെ മുൻപിൽ നിൽക്കുന്ന മക്കൾക്ക്, ഈ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ഇവരുടെ ജീവിതത്തെയോ സാഹചര്യങ്ങളെയോ സ്ഥാപനങ്ങളെയോ കുഞ്ഞുങ്ങളുടെ പഠനങ്ങളെയോ പരീക്ഷ വിജയങ്ങളെയോ അവരുടെ അഡ്മിഷനുകളെയോ അപകടപ്പെടുത്തുകയോ അസ്വസ്ഥതപ്പെടുത്തുകയോ ചെയ്യുന്ന എല്ലാ തിന്മയുടെ ശക്തികളോടും വ്യക്തികളോടും സ്വാധീനങ്ങളോടും കൂടോത്രങ്ങളോടും മന്ത്രവാദങ്ങളോടും ക്ഷുദ്രപ്രയോഗങ്ങളോടും ക്ഷുദ്രക്രിയകളോടും ഈ മക്കളുടെ ജീവിതത്തെ വഞ്ചിക്കുന്ന അനാവശ്യ ആകർഷണങ്ങളും ആഗ്രഹങ്ങളും നൽകി വഴിതെറ്റിക്കുന്ന പാപത്തിലാഴ്ത്തുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും നാശകരമായ ജീവികളെയും ദുഷ്ടശക്തികളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് ബന്ധിക്കുന്നു. രോഗാണുക്കളെ, രോഗപീഠകളെ, നാരകീയ ശക്തികളെ, അന്ധകാര സേനകളെ, ദുഷ്ടാത്മ സംഘങ്ങളെ, പ്രകൃതി വിരുദ്ധ ശക്തികളെ കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ ഈ മക്കളിൽ നിന്ന് വിട്ടുമാറാൻ, ഇവരുടെ ജീവിതത്തെ തടസ്സങ്ങളുണ്ടാക്കുന്ന, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളുണ്ടാക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും തിന്മയുടെ ആധിപത്യങ്ങളെയും കൂടോത്രങ്ങളെയും കണ്ണുവെക്കലെയും ശാപങ്ങളെയും പൂർവികരിലൂടെ കടന്നു വന്നിട്ടുള്ള ഏതെങ്കിലും വിധത്തിൽ കൃപകൾക്ക് തടസ്സമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളെയും കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ കത്തോലിക്ക സഭയുടെ ശക്തിയാൽ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ, വിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ, ഈ ദേവാലയം അമ്മ മാതാവിൻ്റെ ഈ കത്തീഡ്രൽ പള്ളിയുടെ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ, ഈ അത്ഭുത അൾത്താരയുടെ ശക്തിയാൽ എല്ലാവിധ രോഗങ്ങളിൽ നിന്ന്, എല്ലാ അപകടങ്ങളിൽ നിന്ന്, എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന്, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന. പ്രിയപ്പെട്ട മക്കളെ, ചൊവ്വാഴ്ച ദിവസം ഇവിടെ നടക്കുന്ന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. രാവിലെ 6:45 കുർബാന, അന്തോനിസുണ്യാളൻ്റെ നൊവേന, അതിനുശേഷം ഈശോനെ എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥന, 10 മണിക്ക് അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ചെറിയ ഡെലിവറൻസ് രോഗശാന്തി ശുശ്രൂഷ, 11 മണിക്ക് കുർബാന, അന്തോനിസുണ്യാളൻ്റെ നൊവേന, ചെറിയ ഒരു നേർച്ച നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നേർച്ച ഭക്ഷണം ചെറുത് ബണ്ണും, അന്തോനിസുണ്യാളൻ്റെ ബണ്ണും പഴവും നൽകുന്നുണ്ട്. അതിനുശേഷം ഈശോനെ എഴുന്നള്ളിച്ച് വെച്ച് വീണ്ടും നിങ്ങൾക്ക് മധ്യസ്ഥ വിരുന്ന് പ്രാർത്ഥിക്കാം. വൈകുന്നേരം 5 മണിക്ക് ജപമാല, 5:30 മണിക്ക് കുർബാന, 6 മണി മുതൽ 8 മണി വരെ വലിയ പിശാച് ബഹിഷ്കരണ പ്രാർത്ഥനയും അന്തോനിസുണ്യാളൻ്റെ നൊവേനയുമാണ്. അതിനുശേഷം എല്ലാവർക്കും നേർച്ച ഭക്ഷണം. ദൂരെ നിന്ന് വരുന്നവരെ റെയിൽവേ സ്റ്റേഷനിലേക്കും ബസ് സ്റ്റാൻഡിലേക്കും കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. ജൂൺ 29 മുതൽ ജൂലൈ 7 വരെ ഞാൻ മലേഷ്യയിൽ കൊലാലംപൂരിൽ വരികയാണ്. നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുക്കൾ മലയാളികൾ അവർക്ക് എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കാണുന്ന നമ്പർ അവർക്ക് അയച്ചു കൊടുക്കുക. അവർ നേരത്തെ തന്നെ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് അത് ക്രമീകരിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അവിടെയും എനിക്ക് ഒത്തിരി തിരക്കുള്ള ദിവസങ്ങളാണത് എന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുക.
സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.